17 വാക്യം മുതൽ നാം വായിച്ചു കേട്ടത്. ഈ തിരുവചനത്തിന്റെ ഉള്ളടക്കം ഈശോ തന്റെ പ്രായോഗിക ജീവിത ദർശനം നൽകുകയാണ്. അതായത് ഒരു നൂതന ധാർമ്മിക സങ്കല്പം നൽകുന്നു ഈശോ. ഇവിടുന്ന് പറയുന്നു, ഔന്നത്യം താഴ്മയാണ്, വലിപ്പം ചെറുതാകുന്നതിലാണ്, അധികാരം സേവനമാണ്. ഇതാണ് ഈശോ പറയുന്ന നൂതന ധാർമ്മിക സങ്കല്പം. ഔന്നത്യം താഴ്മയാണ്, വലിപ്പം ചെറുതാകുന്നതിലാണ്, അതുകൊണ്ട് തന്നെ അധികാരം ശുശ്രൂഷയാണ്, സേവനമാണ്. ഇതാണ് ഈ തിരുവചനത്തിന്റെ മൊത്തമുള്ള ഉള്ളടക്കം. ഇത് പറയുവാനായിട്ട് കർത്താവിനെ പ്രേരിപ്പിച്ച പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, നാം വായിച്ചു കേട്ടു, ഈശോ തന്റെ 12 സ്ത്രീകന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് പോകുകയാണ്. കാരണം അന്ത്യം തൊട്ടടുത്ത് വന്നു കഴിഞ്ഞു എന്ന് ഈശോ തിരിച്ചറിയുകയാണ്. ഇനി 9 ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അന്ത്യം സംഭവിക്കും. അതുകൊണ്ട് തന്നെ തന്റെ ശിഷ്യരായ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ തിരുവചന ഭാഗങ്ങൾ ഉച്ചരിക്കുന്നത്. ഈശോ അവരോട് പറയുന്നത്, തൊട്ടടുത്ത് വരുന്ന തന്റെ അന്ത്യത്തെക്കുറിച്ച്, ഒപ്പം തന്റെ സകല മരണ ഉത്ഥാനത്തെക്കുറിച്ച് വ്യക്തമായി ഈശോ പറയുന്നുണ്ട്. എന്താണ് ഈ ശിഷ്യന്മാരുടെ തലയിൽ തോന്നുന്നത് കയറുന്നില്ല. അവരെന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ്. സ്വപ്ന ലോകത്താണ്. എന്താ സ്വപ്നം? ഈശോ സ്ഥാപിക്കുവാൻ പോകുന്ന വലിയ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന്റെ മുഖ്യ സ്ഥാനങ്ങൾ, അധികാര കസേരകൾ കിട്ടുവാനുള്ള തത്രപ്പാടിലാണ് ഈ ശിഷ്യന്മാർ. അതുകൊണ്ട് തന്നെയാണ് ഈ സബദിപുത്രന്മാരുടെ അമ്മ നാം വായിച്ചു കേട്ടതുപോലെ തന്റെ മക്കളെയും കൂട്ടുകളും ഈശോയുടെ അടുത്ത് മുന്നേ ചെല്ലുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ തരപ്പെടുത്തുവാനോ ഉറപ്പാക്കുവാനോ വേണ്ടി. കാരണം പത്രോസിനെങ്ങാനും അധികാര കസേര പോകുമോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ മക്കളെയും കൂട്ടിക്കൊണ്ട് മുന്നേ വന്ന് അധികാര കസേരകൾ ബുക്ക് ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി. ഇനി അത് കഴിയുമ്പോഴുള്ള സ്ഥിതിയെ വെച്ചാൽ, ഈ അമ്മ വന്ന് മക്കൾക്ക് വേണ്ടി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ മറ്റു 12 പേർക്കും വല്ലാത്തൊരു അസ്വസ്ഥത. യുവമാരിതെല്ലാം അടിച്ചെടുക്കുമോ എന്ന് മൊത്തത്തിലൊരു വല്ലാത്തൊരു കൺഫ്യൂഷനാണ്, അസ്വസ്ഥതയാണ് അവരുടെ ഇടയിൽ. അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം ഈ തിരുവചനത്തിന്റെ പശ്ചാത്തലമായി കാണുന്നത്. പിന്നെ ഈ സലോമി എന്ന് പറയുന്ന സബദിപുത്രന്മാരുടെ അമ്മ ഈശോയുടെ അടുത്ത് വരുവാനുള്ള സ്വാതന്ത്ര്യം കാണിച്ചതിന്റെ കാരണം മാതാവിന്റെ കസിൻ ആയിരുന്നു സലോമി. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഇളയമ്മയായിരുന്നു സലോമി. ആ ഇളയമ്മയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അമ്മ തന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ അടുത്ത് വരുന്നത്. അവരുടെ സാമ്രാജ്യത്തിലെ സിംഹാസനങ്ങൾ തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട്. ഇത് നമുക്ക് ഈ തിരുവചനത്തിന്റെ ധ്യാനത്തിലേക്കൊന്ന് കടന്നു വരാം. 2 ചിന്തകളാണ് നമുക്കുള്ളത്. ഈശോയുടെ സങ്കല്പത്തിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അധികാരം സേവനമാണ്, ശുശ്രൂഷയാണെന്ന് പറഞ്ഞു.
രണ്ട് തരം അധികാര സങ്കല്പങ്ങളുണ്ട്. ഒന്നാമത്തേത് ചുറ്റിക്കുന്ന അധികാരം, രണ്ടാമത്തേത് രക്ഷിക്കുന്ന അധികാരം. ചുറ്റിക്കുന്ന അധികാരം നമുക്ക് പരിചിതമാണ്. എൻ്റെ അടുത്തുമുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറും. ചുറ്റിക്കുന്ന അധികാരം ശക്തി പ്രയോഗിക്കുന്ന, ഭയപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, തടവിലിടുന്ന പട്ടാളവും പോലീസും ഒക്കെയുള്ള അധികാരമാണ് ചുറ്റിക്കുന്ന അധികാരം. അതിന് മറുപുറമാണ് ഈശോ അവതരിപ്പിക്കുന്ന രക്ഷിക്കുന്ന അധികാരം. ഈ രക്ഷിക്കുന്ന അധികാരത്തിന്റെ പേരാണ് ഈശോ പറഞ്ഞ ഡിയക്കോണിയ എന്ന് ഗ്രീക്കിൽ പറയും. എന്ന് വെച്ചാൽ സേവനം, ശുശ്രൂഷ, അടിമയെ പോലെ സേവനം ചെയ്യുന്നവനാണ് ഡിയക്കോണിയ. അപ്പോ രക്ഷിക്കുന്ന അധികാരത്തിന്റെ പേരാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് സ്വന്തം ജീവിതത്തിൽ കാണിച്ചതുപോലെ കൂടെ നിൽക്കുന്ന, കൂട്ടിന് വരുന്ന, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അരികിൽ നിർത്തുന്ന, ചുമലിലേറ്റുന്ന അധികാരം, അതാണ് രക്ഷിക്കുന്ന അധികാരം. പ്രിയപ്പെട്ടവരെ, നാം കാണുന്ന ഈശോയുടെ ജീവിതത്തില് കാൽവരിയുടെ ഉച്ചിയിലാണ് ഈശോ അധികാരത്തിന്റെ അത്യുദാത്തങ്ങൾ ദർശിക്കുക. കാൽവരിയുടെ മുകളില് കുരിശിലവിടുന്ന് തന്റെ അധികാരത്തിൽ അത്യുദാത്ത ഭാവം ദർശിക്കുന്നു. അപ്പോ ഇവിടെ അധികാരം ജീവൻ പങ്കിട്ട് കൊടുക്കുന്ന അധികാരമാണ്. ഇത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. 3 ലക്ഷം ചുവട്ടില് അധികാരത്തിന്റെ നൂതന മാനങ്ങൾ കാണുന്ന ശ്രീബുദ്ധൻ, രാജകുമാരനായിരുന്ന സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായി മാറുമ്പോൾ 3 ലക്ഷത്തിന്റെ ചുവട്ടിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള പിന്നെ പുറപ്പാടിലൂടെ കിരീടം ഉപേക്ഷിച്ച് ധർമ്മത്തിന് വേണ്ടി ഒരു ഭിക്ഷുവിനെ പോലെ ഇറങ്ങിപ്പുറപ്പെടുന്ന ശ്രീബുദ്ധന്റെ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാനവ സേവയാണ്. മാധവ സേവ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ സേവിക്കുന്നതാണ്, ഈശ്വരനെ സേവിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റുവും കൂട്ടരുമൊക്കെ കൊട്ടാരത്തിൽ നിന്ന് ഭരണം നടത്തുമ്പോൾ ഭാരതത്തിന്റെ വിവിധ കോണുകളിലെ ഗ്രാമങ്ങളിലെ തമ്മിത്തല്ലുന്ന കോണുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഗാന്ധിജിയെ നമ്മൾ കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാരൻ ഹാഫ് നേക്കഡ് ഫക്കീർ, അർത്ഥനഷ്ടനായ ഫക്കീർ എന്ന് കളിയാക്കിയ മഹാത്മാഗാന്ധിജി ഭാരതത്തിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഉണ്ണാനും ഉടുക്കുവാനും ഉണ്ടാകുന്നത് വരെ ഞാൻ മുഴുവനും ഡ്രസ് ധരിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മാനവസേവ, മാധവ സേവയാക്കി മാറ്റിയ മഹാത്മാഗാന്ധിജി. അത് അധികാരത്തിന്റെ മറ്റൊരു സങ്കല്പമാണ്. മദർ തെരേസയെ UN അസംബ്ലിയിൽ പരിചയപ്പെടുത്തിയപ്പോൾ അന്നത്തെ സെക്രട്ടറി ജനറലായിരുന്ന പെരസ്റ്റിക്രിയാണെന്ന സൗത്ത് അമേരിക്കക്കാരെ പറഞ്ഞു, നോക്കൂ, ലോകത്തിലെ ഏറ്റവും ശക്തിയായ വനിതയെന്ന്. അതായിരുന്നു അമ്മയുടെ ശക്തി. കൽക്കട്ടയിലെ പാവപ്പെട്ടവരായിരുന്നു അമ്മയുടെ ശക്തി എന്ന്. രാമപുരത്തോട് ഒരുപാട് വലിയ ശക്തരായ അച്ഛന്മാരിൽ കടന്നുപോയിട്ടും ചരിത്രം ഓർക്കുന്നതും ചരിത്രം ഓമനിക്കുന്നതും ഒരു കൃഷകാരനായ പാവ മനുഷ്യനെ, കുഞ്ഞച്ഛനെയാണ്. ആരും അന്നത്തെ കാലത്ത് സൃഷ്ടിക്കാതിരുന്നത് കൃഷകാരനായ ആകാര ഭംഗി കാര്യമായിട്ടൊന്നും ഇല്ലാതിരുന്നത് പാവം മനുഷ്യൻ. പാവപ്പെട്ടവർ ദരിദ്ര കുടിലുകളിലേക്ക് ചെന്ന്
അവർക്ക് വേണ്ടി എല്ലാമെല്ലാമായി തീർന്ന ഒരു മനുഷ്യൻ അധികാര ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ നൂതന സങ്കല്പങ്ങളെ ഈ നാമത്തിൽ വിജയിച്ച മനുഷ്യനാണ് കുഞ്ഞച്ചൻ. ഒപ്പം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് സ്വന്തം ജീവൻ പങ്കിട്ടുള്ള തോണികളിൽ കഴിയുന്ന നമ്മുടെ പ്രിയങ്കരനായ തോമച്ചന്റെ കഥ നമുക്കറിയാം. അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് വീണ്ടും വീണ്ടും അവിടേക്ക് പോയ മനുഷ്യൻ അധികാരത്തിന് രക്ഷിക്കുന്ന സങ്കല്പങ്ങളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ അധികാര സങ്കല്പത്തിന്റെ നൂതന ഭാവത്തിന്റെ ആൾരൂപമായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ കടന്നു വന്നത്. പേപ്പസീൽ ഔന്നതത്തിൽ നിന്നും താരകളിൽ മണ്ണിൽ ചവിട്ടുന്നൊരു പാപ്പ, സ്വന്തം ഭാര്യം എടുത്തുകൊണ്ട് വിമാനത്തിലേക്ക് കയറി പോകുന്നവർ, ആൾക്കാർ തൊടുവാൻ അകത്ത് നോക്കുവാൻ അകച്ച ദേഹം മുഴുവനും മുഴ ബാധിച്ച് പുണ്ണു ബാധിച്ചവരെ നെഞ്ചോട് ചേർത്ത് അരച്ചുകൊണ്ട് ചുംബിക്കുന്നൊരു പാപ്പ, കുഷ്ഠരോഗികളുടെയും തടവുകാരുടെയെല്ലാം കാലുകളിൽ ചുംബിക്കുന്നൊരു പാപ്പ, കൊച്ചുകുട്ടികൾക്ക് നല്ല തൊപ്പി കൊടുത്ത് അവരുടെ തലയിൽ തൊപ്പി ഇട്ടുകൊണ്ട് അത് നോക്കി സന്തോഷിക്കുന്ന ചിരിക്കുന്ന ഒരു പാപ്പ, കാലത്തെഴുതിയാൽ അവർക്ക് മറുപടി എഴുതുന്ന ഒരു നല്ലവനായ മനുഷ്യൻ. ഇവിടെ നമ്മൾ കാണുന്ന അധികാരത്തിന്റെ നൂതന സങ്കല്പം. ഈ അധികാര സങ്കല്പമാണ് ഓരോ മെത്രാനും വൈദിക വികാരി അച്ഛന്മാരും ഒക്കെ തന്റെ ഇടവകളിൽ ആവർത്തിക്കേണ്ടതെന്ന് പാപ്പ പറയും. നിങ്ങൾ അതിരുകളിലേക്ക് പോകുവിൻ. ഇടവകയെ ഒരു ഡിസ്പെൻസറിയാക്കി, പള്ളിയെ ഡിസ്പെൻസറിയാക്കി മാറ്റുവിൻ. പാവപ്പെട്ടവർക്ക് വേണ്ടി പിന്നെ ദിവ്യ ഔഷധമായി മാറുന്ന ഒരു പള്ളി ആക്കി മാറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയാണ് ഓരോ കുടുംബങ്ങളിലേക്കും നമ്മൾ ചെയ്യേണ്ടത്. കുടുംബങ്ങളിൽ നമുക്കറിയാം, അപ്പനും അമ്മയും തങ്ങളുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരാണ് നമുക്ക്. അതോടൊപ്പം തന്നെ ഈ അപ്പനും മക്കളോ അപ്പനും അമ്മയൊക്കെ തിരിച്ചറിയണം. അപ്പന്റെ വടിയേക്കാൾ അമ്മയുടെ കണ്ണുനീരിൽ അകഴിയെന്നുള്ള കാര്യം അമ്മച്ചിമാരെ മറക്കരുത്. അപ്പന്റെ വടിയേക്കാൾ അമ്മയുടെ കണ്ണുനീരിലാവുക. ഭയത്തേക്കാൾ സ്നേഹത്തിന്റെ നിർബന്ധമായിരിക്കണം അധികാരത്തിന്റെ മനുഷ്യശക്തി. ഭയമല്ല, അനുസരണത്തിന്റെ പ്രേരണയായി മാറേണ്ടത്. പ്രത്യുത സ്നേഹത്തിന്റെ നിർബന്ധമായിരിക്കണം പിന്നെ അനുസരണത്തിന്റെ പ്രേരണയായി മാറുന്നത്. ഇങ്ങനെ രക്ഷിക്കുന്ന അധികാരത്തിന്റെ സങ്കല്പത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരുവാൻ സാധിക്കണം. വ്യക്തിബന്ധങ്ങളിൽ, അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ, അധീന ബന്ധങ്ങളിൽ, ഇടവക ബന്ധങ്ങളിലൂടെ വരണം. അവസാനം കുറിച്ച് ചിന്ത കൂടി ഇവിടെ നമ്മളൊരു അമ്മയുടെ അമിതമായ വാത്സല്യം കാണുന്നത് മക്കൾക്ക് വേണ്ടി. അത് പലപ്പോഴും അമ്മമാരുടെ വാത്സല്യം കൊള്ളാം, പക്ഷെ അമിതമായ വാത്സല്യം പലപ്പോഴും അപകടത്തിൽ കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ വരുത്തിവെക്കാറുണ്ട്. നമ്മൾ കാണുന്നു വാൽമീകി രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രാമനെ കാട്ടിലയച്ചിട്ട് തന്റെ പുത്രനായ ഭരതനെ സിംഹാസനത്തിലേറ്റുന്ന കൈകേയി എന്ന കഥാപാത്രം നമ്മൾ കാണുന്നുണ്ട്. അത് ദശരഥ മഹാരാജാവ് എന്തുമാത്രം ദുഃഖത്തിലായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ദാവീദിന്റെ അടുത്ത് നിന്റെ മകനായ സോളമനെ രാജാവാകുവാൻ വരുന്ന പാട് നമ്മൾ കാണുന്നത്. ഇങ്ങനെ അമ്മമാരുടെ അമിതമായ വാത്സല്യം, ധൃതരാഷ്ട്രരുടെ അമിതമായ വാത്സല്യമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കാരണമായതെന്ന് പുരാണങ്ങൾ പറയുന്നു. അതുപോലെ ഇന്നും എന്നും ഒക്കെ അമ്മമാരുടെ അമിതമായ വാത്സല്യം, അപ്പന്റെയും അമ്മയുടെയും അമിതമായ വാത്സല്യം മറ്റാർക്കും ഒന്നും വേണ്ട, എനിക്കും എൻ്റെ കുട്ടികൾക്കും മാത്രം മതി, എല്ലാ സ്ഥാനവും എല്ലാ സമ്മാനവും നിങ്ങൾക്ക് കരുതുന്നതായ വലിയ അപകടകരമായ കാഴ്ചപ്പാടുന്നത്. മറ്റുള്ളവർക്ക് കൂടി അവകാശമുണ്ട്, മറ്റുള്ളവർക്ക് കൂടി അവസരം വേണമെന്നുള്ളതായ കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടി തുറവയോടുകൂടി മറ്റുള്ളവരെ കൂടി കാണുവാൻ കഴിയുന്ന ഒരു ചിന്തയിലേക്ക് കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണമെന്ന് ഇന്നത്തെ ദൈവത്തിന് നമ്മെ അനുസ്മരിക്കുന്നു. അവസാനം ഇന്നത്തെ ദൂരമായിട്ട് മനസ്സിലോട്ട് അധികാരം, ശുശ്രൂഷകൾ, ഔന്നത്യം, താഴ്മയാണ്. വലുതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാകുകയാണ്. ഈശ്വരനെ